അപ്പൊ കുണ്ടിക്കാ ചേച്ചി? കുണ്ടിയില്ലേ? കുണ്ടിയിലിട്ട് തരുമോ? നിങ്ങളിത് കണ്ടതാണ്. ഇപ്പം നമുക്കറിയാം RJ അഞ്ജലിയാണ്, പുള്ളിക്കാരുടെ ചാനലിലൂടെയാണ് ഈ ഒരു വീഡിയോ ഇട്ട്. പുള്ളിക്കാരി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പുള്ളിക്കാരി എന്ന് പറയുന്ന ഒരു RJയിൽ പുള്ളിക്കാരി വർക്ക് ചെയ്തതാണ്. കാരണം ഈ കോൾ പ്രാങ്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന RJ അഞ്ജലി എന്ന് പറയുന്നത്. അവരോട് ഈ റീസെന്റ് ആയിട്ട് ഒരു കോൾ പ്രാങ്ക് ചെയ്യും. പുള്ളിക്കാരൻ RJ എന്നൊക്കെ വിട്ടിട്ട് കുറെ കാലമായി. സ്വന്തമായിട്ടുള്ള ചാനലിൽ തന്നെയാണ് ഈ പറയുന്ന പ്രാങ്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ ഇടയ്ക്കൊരു കോൾ പ്രാങ്ക് ചെയ്യുകയും അതൊരു വലിയൊരു വിവാദത്തിലേക്ക് പോവുകയൊക്കെ ചെയ്ത സംഭവം ഉണ്ടായി. അപ്പൊ നമുക്ക് അതിന്റെ വീഡിയോ കുറച്ച് കാര്യങ്ങൾ. അപ്പൊ കുണ്ടിക്കാ ചേച്ചി? കുണ്ടിയില്ലേ? കുണ്ടിയിലിട്ട് തരുമോ? എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്ന് ഇട്ട് തരുമോ മെഹന്തി? ആ വീഡിയോ കാണുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വളരെ മോശമായി പോയി എന്ന് പേഴ്സണലായിട്ട് എനിക്കും തോന്നിയൊരു കാര്യം. മനസ്സിലായില്ലേ? അത് ചെയ്ത് തെറ്റായി പോയി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? കാരണം അവരുടെ തൊഴിലെന്ന് വെച്ചാൽ ഈ പറയുന്ന മെഹന്തി, ഈ പറയുന്ന സംഭവമൊക്കെ ഇടുന്ന സംഭവമാണ്. ഓക്കെ, അപ്പൊ അവരോട് വിളിച്ചിട്ട് ഈ കുണ്ടിക്ക് മെഹന്തി ഇട്ടിരുന്ന് ചോദിക്കുമ്പോൾ അത് തെറ്റായിട്ടുള്ള ഇതേ പോകത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ സംഭവം എന്താണ്, ഇവർ വളരെ മോശമായിട്ട് ഒരുപാട് വിമർശനങ്ങൾ ഇപ്പോൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് ആൾക്കാർ ഇവർക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇവർക്ക് എതിരെ വരുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ തൊഴിലിനെ അധിക്ഷേപിച്ചു എന്ന തരത്തിലേക്കാണ് സംഭവം. ഒരുപാട് ആൾക്കാർ ഇവരെ വിമർശിക്കുന്ന തരത്തിലേക്ക് വരുന്നതെന്ന് പറയുന്നത്. ഒരുപാട് മോശമായിട്ടുള്ള കമന്റുകളും ഒരുപാട് തെറി വിളിക്കുന്നതായിട്ടുള്ള ഒരുപാട് പച്ചത്തെറി വിളിക്കുന്ന ഒരുപാട് കമന്റുകളും വളരെ മോശമായിട്ട് സംഭവം ഇവർക്കെതിരെ വരുന്നുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യം എന്ന് പറയുന്നത്, ഈ വീഡിയോ കാണുമ്പോൾ തീർച്ചയായിട്ടും എന്താണ്, അവരുടെ തൊഴിലിനെ അപമാനിച്ചു എന്ന തരത്തിലേക്ക് തന്നെയാണ് വരുന്നത്. പക്ഷെ അവരെ മനഃപൂർവ്വം അവരുടെ തൊഴിലിനെ അപമാനിക്കാൻ ശ്രമിച്ചതാണോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. മനസ്സിലായി? അവരുടെ തൊഴിലിനെ അപമാനിക്കണം, അവരുടെ തൊഴിലിനെ എനിക്കിങ്ങനെ അപമാനിക്കണം എന്ന തരത്തിൽ ഒരിക്കലും ചെയ്തതല്ല. മനസ്സിലായി? അവർ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ എങ്ങനെയെങ്കിലും ചിരിപ്പിക്കണം. മനസ്സിലായില്ല? അതിൽ ഈ ഒരു എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ആൾക്കാരെ ചിരിപ്പിക്കണം എന്നുള്ള തരത്തിലേക്കാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ വിവാദമായിട്ടുള്ള വെച്ചാൽ അവരുടെ തൊഴിലിനെ അപമാനിച്ചു എന്ന തരത്തിലേക്കാണ് വന്നിരിക്കുന്നത്. കാരണം ആ വീഡിയോ കാണുന്ന നേരത്തെ അങ്ങനെ തന്നെയാണ്. അവരുടെ തൊഴിൽ അതാണ്. ആ തൊഴിലിനെ കുണ്ടിലിട്ടിരുന്നു ചോദിക്കും, തീർച്ചയായിട്ടും അതൊരു അപമാനിക്കൽ തന്നെയാണ്. മനസ്സിലായത്? പക്ഷെ അവർ മനഃപൂർവ്വം ചെയ്തതാണ്, അവരുടെ തൊഴിലിനെ അല്ലെങ്കിൽ എന്താണ് തൊഴിലിനെ അപമാനിക്കുന്ന തരത്തിലേക്ക് മനഃപൂർവ്വം ചെയ്തതാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ അവർ മനഃപൂർവ്വം അവരുടെ തൊഴിലിനെ അപമാനിക്കുന്ന തരത്തിലേക്ക് ചെയ്തതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. രണ്ട് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കുണ്ടി കേസ് എന്ന് പറയുന്നത്, ഈ കുണ്ടിയെ കുറിച്ച് എന്താണ് നമ്മളെ കുണ്ടിലിട്ടിരുന്ന ഈ കുണ്ടി എന്ന് പറയുന്ന സംഭവം, അതിനെക്കുറിച്ച് ഒരുപാട് സിനിമകളിലും അല്ലെങ്കിൽ ഒരുപാട് സ്റ്റേജിലായിരുന്നാലും കോമഡി ഷോകളിലായിരുന്നാലും സിനിമകളിലായിരുന്നാലും വളരെ മോശമായിട്ടും ഒക്കെ പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊരു വലിയ സംഭവം എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എല്ലാവർക്കും ഈ സംഭവം ഉള്ളതൊക്കെ തന്നെയാണ്. അപ്പോൾ ഓക്കെ, അപ്പൊ അത് എനിക്ക് തോന്നില്ല ഈ വിവാദം. കാരണം ഇവർ ഇതിനെ കുറിച്ചും വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം ഈ പറയുന്ന കുണ്ടിയെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ല? ആ വീഡിയോ ഞാൻ അവിടെ വെക്കാം. ബൈക്കൊക്കെ ഉണ്ടോ? ബൈക്ക് ഉണ്ട്, ഉണ്ട്, കാറുണ്ട്. ഓടിക്കാറുണ്ടോ? അതോ ഓടിക്കാറുണ്ട്, പക്ഷെ റെഗുലർ അല്ല. നമ്മള് വീടിന്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്കെങ്കിലും ഓടിക്കാറുണ്ടല്ലോ. പാർക്ക് ചെയ്യേണ്ട സ്ഥലത്തൊക്കെ തന്നെയാണോ പാർക്ക് ചെയ്യുന്നത്? അപ്പാർട്ട്മെന്റില് പാർക്കിംഗ് തന്നിടത്താണ് നമ്മൾ. അല്ല, വെയിലത്ത് പാർക്ക് ചെയ്യുമ്പോഴേ സൂക്ഷിക്കണം. കുണ്ടി ഫ്രൈ ആവാൻ സാധ്യതയുണ്ട്. കുണ്ടിയില്ലേ, അത് ഫ്രൈ ആവാൻ സാധ്യതയുണ്ട്. വെയിലത്ത് വെക്കുമ്പോഴില്ലേ അത് ചിലപ്പോ ഫ്രൈ ആയി പോകും. ആവശ്യമുള്ള കാര്യങ്ങളല്ലേ നമ്മുടെ കാര്യങ്ങൾ നമ്മളല്ലേ സൂക്ഷിക്കേണ്ട. ഓ, എനിക്ക് ധാരാളം മനസ്സിലായി. സമയത്തൊന്നും ഈ സംഭവം വിവാദമായിട്ടില്ല. പക്ഷെ ഇത് വിവാദമായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരാളുടെ തൊഴിലിനെ അപമാനിക്കുന്നു എന്ന തരത്തിലേക്ക് വന്നപ്പോഴാണ് ഈ സംഭവം കത്തി അങ്ങ് കയറിയ സംഭവം. മനസ്സിലായി? ഇതിന് മുന്നേ അവരെ വീഡിയോ ചെയ്തിട്ടുണ്ട്. മനസ്സിലായി? ആ സമയത്തൊന്നും ഈ സംഭവം എന്താണ് ഇത്രയും പ്രശ്നമായിട്ട് വന്നിട്ടില്ല. ഒരാളുടെ തൊഴിലിനെ അപമാനിക്കുന്ന തരത്തിലേക്ക് വന്നപ്പോൾ എന്ത് ചെയ്തു, ഇത് കത്തി അങ്ങ് കയറി. ഇതുപോലത്തെ എന്താണ് ഈ കമന്റിലൂടെയൊക്കെ അവരുടെ തൊഴിലിനെ അപമാനിച്ചു എന്ന തരത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ തീർച്ചയായിട്ടും അവർ നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നതാണ്. തീർച്ചയായിട്ടും അവർ എക്സ്പ്ലനേഷൻ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് അവർ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ആ വീഡിയോ ഇതിപ്പോ ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ വിചാരിച്ചത് ആ വാക്കിനോടുള്ള പ്രതിഷേധമാണ് നിങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. വിളിച്ച വ്യക്തിയുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു അധിക്ഷേപം രേഖപ്പെടുത്തണമെന്നോ അദ്ദേഹത്തിന് അങ്ങനെ ഇൻസൾട്ട് ചെയ്യണമെന്നോ ഞങ്ങൾ ഒരു തരത്തിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി ആ വാക്ക് പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിരുപാധികം ക്ഷമ ചോദിക്കുകയാണ്. ക്ഷമ ചോദിക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യം തന്നെ. അവർ ഈ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അവർ ക്ഷമ ചോദിച്ചു. അവർ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. കാരണം ഒരാളുടെ തൊഴിലിനെ അപമാനിക്കുന്ന തരത്തിലേക്കല്ല അവർ ഉദ്ദേശിച്ചതെന്ന് അവർ ഈ വീഡിയോയിൽ എക്സ്പ്ലനേഷൻ ആയിട്ട് അവർ പറയുന്നുണ്ട്. അവർ എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ക്ഷമയും ചോദിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? നമ്മുടെ എത്ര ആൾക്കാരാണ് ഇതുപോലത്തെ പല കാര്യങ്ങളും ചെയ്തിട്ട് എത്ര ആൾക്കാർ ക്ഷമ ചോദിക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയാം.
ന്യായീകരണങ്ങൾക്കും പ്രസക്തിയില്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ എൻ്റെ ഭാഗത്ത് നിന്ന് ഇനിമേൽ വരാതിരിക്കാൻ പൂർണ്ണമായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയാണ്. തെറ്റ് ചൂണ്ടിക്കാണിച്ച, എന്നെ തിരുത്താൻ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി. അവർ ഉദ്ദേശം എന്താണെന്നും അവർ പറയുന്നുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ള വെച്ചാൽ അവർ ജസ്റ്റ് അവരുടെ കണ്ടന്റ് എന്ന് വെച്ചാൽ അവർ ആൾക്കാരെ ചിരിപ്പിക്കുക, അല്ലെങ്കിൽ കണ്ടന്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യുക, കുറച്ച് വ്യൂസ് ഉണ്ടാക്കുക. അത് തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയാണ് അവർ ചെയ്തത്. പക്ഷെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൈവിട്ടങ്ങ് പോയി. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന തൊഴിലാണ്. അപ്പൊ അതിലവിടെ കുണ്ടിൽ ഇട്ട് തരുമെന്ന് ചോദിക്കും, തീർച്ചയായിട്ടും അതൊരു അധിക്ഷേപിക്കുന്ന പോലെ തന്നെയാണ്. പക്ഷെ അവർ ഉദ്ദേശിച്ചത് അധിക്ഷേപിക്കാൻ വേണ്ടിയുള്ള ഒരാളുടെ തൊഴിലിനെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ടല്ല എന്നാണ് അവർ പറയുന്നത്. മനസ്സിലായി. എനിക്കും തോന്നിയിട്ട് അങ്ങനെയാണ്. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അവരവരുടെ തൊഴിലിനെ അപമാനിക്കുന്ന തരത്തിലേക്ക് മനഃപൂർവ്വം ചെയ്തതായിരിക്കാൻ സാധ്യതയില്ല. അതാണ് അവർ ഒന്ന് പറഞ്ഞു, അവിടെ അവർ ചെയ്ത് തെറ്റായി പോയി എന്ന് പറഞ്ഞു. സോഷ്യൽ മീഡിയ നമുക്കറിയാമല്ലോ, എടുത്തിട്ട് അലക്കും. മനസ്സിലായില്ലേ? അതാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാളെ നിങ്ങൾക്ക് വരാം, നാളെ എനിക്ക് വരാം. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മളിനി എത്ര സോറി ചോദിച്ചിരുന്നാലും ആൾക്കാർ വെറുതെ എടുത്തില്ല, ആൾക്കാർ വാരിയിട്ട് അലക്കും. മനസ്സിലായി? അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നമുക്ക് വേറെ ഒന്നും കണ്ടു. നമസ്കാരം, ഞാൻ RJ അഞ്ജലി. ഞാൻ രാവിലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ നേർക്ക് ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതിനൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ കാരണം, ഇതിൽ വന്ന പ്രതിഷേധം കാരണം എൻ്റെ RJ പണി പോയി. അത് വാസ്തവ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ആദ്യമേ പറയട്ടെ. ഞാൻ കഴിഞ്ഞ 12 വർഷമായി വർക്ക് ചെയ്തിരുന്ന FM സ്റ്റേഷനിൽ നിന്ന് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ തന്നെ ഞാൻ റിസൈൻ ചെയ്തിരുന്നു. ഞാൻ സ്ഥിരമായി ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് പ്രാങ്ക് കോൾ ചെയ്യുന്ന RJ ആണ്. ഈ ആരോപണം തെറ്റാണ്. കഴിഞ്ഞ 12 വർഷമായി ഞാൻ പ്രാങ്ക് കോൾ ചെയ്യാറുണ്ട്. ഇതിനിടയിൽ എത്ര പ്രാങ്ക് കോൾസ് എന്റേതായിട്ട് പുറത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതിന് കൃത്യമായ കണക്ക് എന്റെ കൈവശം പോലും ഇല്ല. നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന ഈ 2 വീഡിയോ തന്നെയാണ് എന്റെ ഓർമ്മയിൽ ഞാൻ ഈ പരാമർശം നടത്തിയിട്ടുള്ള വീഡിയോ. ഇതല്ലാതെ മറ്റൊരു വീഡിയോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എന്റെ അറിവിലില്ല. RJ പണി ഈ ഒരു കാരണം കൊണ്ട് RJ പണി പോയി എന്നുള്ള തരത്തിലേക്ക് പല കമന്റുകൾ വരുന്നുണ്ട്. പിന്നെ ഇവരുടെ സ്ഥിരം പരിപാടിയാണ് ഇതുപോലെ വിളിച്ചുള്ള കമന്റ് ഇടുന്നത്. അപ്പൊ ഒരു 12 വർഷം കൊണ്ട് അവരുടെ തൊഴിൽ ഇതാണ്. 10-12 വർഷം വരെ ഈ പണി ചെയ്തെടുക്കുന്നത്. കാരണം ഏതൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടോ അവർക്ക് ഒരു ഐഡിയ ആണ്. നമുക്കായിരുന്നാലും അങ്ങനെയല്ലേ, ഒരു ഐഡിയ കാണത്തില്ല. അപ്പൊ ഏതൊരു വീഡിയോ കുത്തിപ്പൊക്കി ജനങ്ങളെ തന്നെ, പ്രേക്ഷകരെ തന്നെ കുത്തിപ്പൊക്കിയിട്ട് വന്നിട്ടുണ്ട് അവർ ചെയ്യുന്ന ഒരു വീഡിയോ. ഞാൻ ആ വീഡിയോ നേരത്തെ മുന്നേ കാണിച്ച ഒരു വീഡിയോ തന്നെയാണ്. അപ്പൊ ഇവര് സ്ഥിരം പരിപാടിയാണെന്നുള്ള തരത്തിലേക്കാണ് എന്താണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പൊ അതിനുള്ള ക്ലാരിഫിക്കേഷനാണ് രാവിലെ ചെയ്ത വീഡിയോ അല്ലാതെ രണ്ടാമതൊരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ട കാര്യം, നിങ്ങൾ എത്ര ക്ലാരിഫിക്കേഷൻ കൊടുത്തിരുന്നാലും ആർക്കും അത് വിശ്വസിക്കാനും പോലും വെച്ചാൽ നിങ്ങളുടെ കാര്യം നോക്കി ഉണ്ടായിരിക്കുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അവരതിൽ പറയുന്നുണ്ട്, എനിക്ക് പോലും അറിയത്തില്ല, എൻ്റെ ഒരു ഓർമ്മയിൽ ശരിയാണെങ്കിൽ ഞാൻ ഇത് രണ്ട് വീഡിയോ മാത്രമേ ചെയ്തിട്ടുള്ളൂ, അവരുടെ ഓർമ്മയിലെന്ന് പറയുന്നത്. മനസ്സിലായി? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്തിട്ടില്ല എന്ന് അവർ തറപ്പിച്ച് പറയുന്നതുമില്ല. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞതിന് ഇത്രയേ ഉള്ളൂ. തീർച്ചയായിട്ടും ആ വീഡിയോ കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അവിടുത്തെ തൊഴിലിന് അവനിക്ക് തന്നെയാണ്. മനസ്സിലായത്? വീഡിയോ കാണുമ്പോൾ. പക്ഷെ അവരുടെ പേഴ്സണലായിട്ട് അവർ മനഃപൂർവ്വം അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല എന്ന് മാത്രമേ പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഒരു കണ്ടന്റ് ഞാൻ പറഞ്ഞു നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.